ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അപ്പം ഒരു അച്ഛനും അമ്മയും കൂടെ ഒരു മകന് വിജയൻ എന്ന് പേരിട്ട് തുടങ്ങിയത് എപ്പോഴായിരിക്കും? ആദ്യത്തെ വിജയൻ ആരാണ് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമ്പം എൻ്റെ അറിവിൽ അർജുനൻ്റെ പേരാണ് വിജയൻ എന്നുള്ളത്. എൻ്റെ അച്ഛൻ്റെ പേരും വിജയൻ എന്നാണ് കേട്ടോ. കണ്ട, അച്ഛനോട് ചോദിച്ചായിരുന്നു എപ്പോഴെങ്കിലും ഇട്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ വിജയൻ എന്നുള്ളത് അർജുനൻ്റെ പേരാണ്. പിന്നീട് ഒരുപാട് വിജയങ്ങളുണ്ടായി. ഇപ്പം VS അച്യുതാനന്ദൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രീകൃഷ്ണൻ്റെ പേരായിട്ട് പറയുമെങ്കിലും ച്യുതി എന്ന് പറയുന്നത് നമ്മൾ മൂല്യച്യുതി എന്നൊക്കെ പറയുന്ന പോലെ നാശമാണ്. ച്യുതി, അച്യുതി എന്ന് പറഞ്ഞാൽ ച്യുതി ഇല്ലാത്തതിൽ ആനന്ദമുള്ളവൻ എന്നുള്ളതാണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം. VD സതീശൻ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് നോക്കുമ്പോൾ സതിയുടെ ഈശൻ എന്നാണ്. സതി എന്ന് പറയുന്നത് ശിവന്റെ പാർവതിയാണ്. അങ്ങനെ പാർവതിയുടെ ഭർത്താവ് എന്നുള്ള രീതി, അങ്ങനെയാണ് സതീശൻ എന്ന് പറയുന്നത്. രമേശ്, എൻ്റെ പേര് രമയുടെ ഈശൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പേര് വരുന്നത്. ഇങ്ങനെ പക്ഷേ ഇഷു കൂട്ടിയുള്ള പേരുകൾ വന്നതിന് ശേഷം കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരന് ലഗേഷ് എന്ന് പേരിട്ട് കഴിഞ്ഞു, അവൻ്റെ അച്ഛനും അമ്മയും കൂടെ. അതിനർത്ഥമില്ല. ഇതാണ് പുതിയ വാക്ക്. ഇങ്ങനെയാണ് ഒരു ഭാഷയിലേക്ക് പുതിയ വാക്കുകൾ വരുന്നത്. ലഗേഷിന് ഒരു അർത്ഥവുമില്ല. അങ്ങനെ അർത്ഥമില്ലാത്ത ഒരുപാട് പേരും കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അർത്ഥം വേണം പേരിന് എന്ന നിർബന്ധവും ഇല്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കാം. ഇപ്പോൾ രതിനിർവേദം എന്ന് പറയുന്ന സിനിമ 2 പ്രാവശ്യം വന്നപ്പോഴും അയാളുടെ കൗമാരത്തിലും വാർദ്ധക്യത്തിലും പോയി കണ്ട ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഈ രതിനിർവേദം എന്ന് പറയുമ്പോൾ രതിയോടുള്ള ആസക്തി എന്നാണ് ഒരുപാട് പേര് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് പേര്, എല്ലാവരും അല്ല. പക്ഷേ നിർവേദം എന്ന് പറഞ്ഞാൽ വിരക്തിയാണ്. രതിയോടുള്ള വിരക്തിയാണ് രതിനിർവേദം എന്ന് പറയുന്നത്. മയൂഖം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി, അറിയാലോ? എന്താണ് മയൂഖത്തിൻ്റെ അർത്ഥം? അയ്യോ, അറിയില്ല. മയൂരം മയിലാണ്, അതെനിക്കറിയാം. മയൂഖം അറിയില്ല. പ്രകാശം. അത് ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ മുഴുവൻ വായനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരും കലയോടും സാഹിത്യത്തോടും സ്നേഹമുള്ളവരായതുകൊണ്ട് പ്രകാശം എന്നുള്ളതാണ് അർത്ഥം. ഇങ്ങനെ നമ്മൾ കേൾക്കുന്ന സിനിമാ പേരുകൾ, കേൾക്കുന്ന സാമജ സഞ്ചാരിണി എന്ന് കേൾക്കുമ്പോൾ ഉടനെ സാമജം എന്താണ് എന്ന് ആലോചിക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതെന്തുകൊണ്ടാണ് ഈ എക്സർസൈസിനെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോകാം. കാരണം നമ്മുടെ എല്ലാം തലച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്നത് സക്സസ്സിന് വേണ്ടിയല്ല, സർവൈവലിന് വേണ്ടിയാണ്. തലച്ചോറിന് നമ്മുടെ സർവൈവലിനപ്പുറം പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവനവനെ കൊല്ലാതെ നോക്കുക, അവനവന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, സ്വസ്ഥമായിട്ട് വിശ്രമിക്കുക, പ്രത്യുൽപാദനത്തിൻ്റെ ഏരിയകളിലേക്ക് പോവുക. ഇതിനപ്പുറം കൂടുതൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ തലച്ചോറിനില്ല. ഒരു കഴിഞ്ഞ 400 വർഷത്തിന് ഇപ്പുറത്തേക്കാണ് മനുഷ്യൻ ഇത്രയും മത്സരബുദ്ധിയോടുകൂടി ജീവിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ മത്സരബുദ്ധിയിൽ നമ്മൾ ഒരുപാട് മത്സരിച്ച് കാലത്തോട് ഏറ്റവും പെട്ടെന്ന് അനുരൂപമായി മാറി ജീവിത വിജയം വരിക്കുക എന്ന് പറയുന്നത് ശരിക്കും അബ്നോർമലാണ്. നമ്മൾ നോർമലായ അവസ്ഥ എന്ന് പറയുന്നത് അത്യാവശ്യം മടിയായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ചുമ്മാ ഇരിക്കുക എന്ന് പറയുന്നതാണ് എല്ലാ ജീവികളെയും പോലെ നോർമലായിട്ടുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആ നോർമാലിറ്റിയിൽ ഇന്ന് നമ്മളറിയാതെ നമ്മുടെ തലച്ചോറിനെ ഒരുപാട് പേർ ഹൈജാക്ക് ചെയ്യുകയും അത് അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.